ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ ഗണിതം പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കുകയായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി തയ്യാറെടുക്കാം അല്ലേ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് ചെറിയൊരു സന്തോഷവാർത്ത പറയാനായിട്ടുണ്ട്. അതായത് നമ്മൾ 50K ഫാമിലി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, നല്ല വായന. നല്ല വായന, നല്ല പഠനം, നല്ല ജീവിതം എന്ന പരിപാടിയുടെ ഭാഗമായി പൂവപ്പുഴ LP സ്കൂളിന് പുസ്തകം വാങ്ങുന്നതിന് 4 വായനശാലകൾ പണം നൽകി. ഓരോ വായനശാലയും നൽകിയ തുക കണ്ടെത്തുക. അപ്പോൾ മക്കൾക്ക് താഴെ ഒരു പട്ടിക രൂപേണ തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ വായനശാലയും എത്ര രൂപയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് മക്കളുടെ അടുത്ത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, ആദ്യത്തേത് പുലരിയാണ്. പുലരിയിൽ 2000 രൂപയുടെ എത്ര നോട്ടുകളാണ്? 2 നോട്ടുകളും 100 രൂപയുടെ നോട്ടുകളില്ല. 10 രൂപയുടെ 8 നോട്ടുകളും 1 രൂപയുടെ 5 നോട്ടുകളാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ പുഞ്ചിരി, അറിവ്, ഉണർവ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും മറ്റ് വായനശാലകൾ ഇതേപോലെ കൊടുത്തിട്ടുള്ള നോട്ടുകളുടെ എണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഓരോ വായനശാലയും ആകെ എത്ര രൂപയാണ് കൊടുത്തതെന്ന് ആദ്യം കണ്ടെത്താം കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പോൾ പുലരി വായനശാല എത്ര രൂപ തന്നിട്ടുണ്ടായിരിക്കും മക്കളെ? 4085 രൂപയാണ് അല്ലേ. അടുത്ത നോക്കിക്കേ, പുഞ്ചിരിയാണല്ലേ. പുഞ്ചിരി 700 രൂപയും 10 രൂപ നോട്ടും 8 1 രൂപ നാണയങ്ങളാണ് അല്ലേ. അപ്പം മൊത്തം എത്രയുണ്ടായിരിക്കും? 718 ഉണ്ടായിരിക്കും അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, അറിവിൽ 3 2000 രൂപയുടെ നോട്ടുകളും 6 100 രൂപ നോട്ടുകളും 14 10 രൂപ നോട്ടുകളും 2 1 രൂപ നാണയങ്ങളാണ് അല്ലേ. അപ്പോൾ ആകെ എത്ര വരും മക്കളെ? 6742 വരും അല്ലേ. അടുത്തത് ഉണർവാണ് അല്ലേ. ഉണർവ് നോക്കിക്കേ, 2000 രൂപയുടെ 1 നോട്ടും 100 രൂപയുടെ 12 നോട്ടുകളും 10 രൂപയുടെ 5 നോട്ടുകളും 1 രൂപയുടെ 4 നാണയങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആകെ എത്രയാണ് മക്കളെ? 2254 രൂപയാണ് അല്ലേ. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. ഏറ്റവും കൂടുതൽ പണം നൽകിയ വായനശാല ഏതാണ് മക്കളെ? അറിവാണ് അല്ലേ ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ആ വായനശാലയിൽ നിന്ന് ലഭിച്ച തുക എത്രയാണ് മക്കളെ? അറിവ് വായനശാലയിൽ നിന്ന് ലഭിച്ച തുക 6742 അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. 4538 തുല്യമല്ലാത്തത് ഏത്? ശരി ഉത്തരത്തിന് വട്ടമിടുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മക്കൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 4538 തുല്യമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, 4000 + 500 + 30 + 8 എത്രയാണ് മക്കളെ? 4538 ആണല്ലേ. അടുത്തത് 4500 + 38, അതും 4538 ആണ്. പിന്നെ 453 + 8 എന്നാണ് പറഞ്ഞത്. അത് 4538 ആണോ? അല്ല അല്ലേ. ലാസ്റ്റ് വൺ നോക്കിക്കേ, 4000 + 538, അത് എത്രയാണ്? 4538. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, അടുത്തതാരെ? പാറ്റേൺ നിർമ്മിക്കാനുള്ള സംഖ്യാ കാർഡുകളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ സംഖ്യാ കാർഡുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്: കാർഡുകളിലെ സംഖ്യകൾ ഉപയോഗിച്ചാണ് ചൂടെ കാണുന്ന സംഖ്യാശ്രേണി നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന 3 സംഖ്യകൾ സ്വന്തമായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കളെ നോക്കിക്കേ, ഏതാണ് നമുക്ക് തന്നിട്ടുള്ള ശ്രേണി? 1256, 1264, 1272. തുടർന്നുള്ള 3 സംഖ്യകൾ കൂടി മക്കളടുത്ത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, അവർക്കിടയിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത്? 8 കൂടി വരികയാണ് അല്ലേ. 1256 8 ചേർത്താലാണ് 1264 കിട്ടുക. അതിലേക്ക് വീണ്ടും 8 ചേർത്താലാണ് 1272 കിട്ടുക അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാനായിട്ട് വീണ്ടും നമ്മൾ 8 അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 1280, 1288, 1296 എന്ന് കിട്ടും അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ശ്രേണിയിലെ ബന്ധം വിശദീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ്? എത്ര വിധമാണ് ആഡ് ചെയ്ത് പോകുന്നത്? 8 വിധമാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കൂ. ദിവ്യയുടെ ദിനം. ദിവ്യ ഒരു ദിവസം ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ, ആ ഒരു പട്ടികയിൽ ദിവ്യയുടെ പ്രവൃത്തികൾ ഒരു കോളത്തിലും അതിനെടുക്കുന്ന സമയം രണ്ടാമത്തെ കോളത്തിലും കൊടുത്തിട്ടുണ്ട്. പത്രവായന രാവിലെ 7:30 മുതൽ 8 വരെ. കളി വൈകിട്ട് 4:30 മുതൽ 5:15 വരെ.
TV കാണൽ വൈകിട്ട് 6 മുതൽ 7 വരെ, പഠനം രാത്രി 7 മുതൽ 9 വരെ, അത്താഴം രാത്രി 9 മുതൽ 9:30 വരെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കളത് ചോദിച്ചതാണ്, മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രവൃത്തികളിൽ ദിവ്യ കൂടുതൽ സമയം ചെലവഴിച്ചത് ഏതിനാണ് മക്കളെ ഏറ്റവും കൂടുതൽ സമയം ദിവ്യ ചെലവഴിച്ചിട്ടുള്ളത്? ഏതിനാണ്? പഠനത്തിനാണ് അല്ലേ. പഠനത്തിന് രാത്രി 7 മണി മുതൽ 9 മണി വരെ എടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഇടയിൽ എത്ര മണിക്കൂറുണ്ട് മക്കളെ? 2 മണിക്കൂറാണുള്ളത് അല്ലേ. ഇനി പത്രം വായന നോക്കിക്കേ. പത്രം വായന 7:30 to 8 മണി വരെയാണ് വരുന്നത്. അതാകെ അരമണിക്കൂർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ. പിന്നെ കളിയാണ് വരുന്നത്. കളി 4:30 to 5:15 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കളിക്ക് എത്ര സമയം എടുത്തിട്ടുണ്ടായിരിക്കും? 45 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ. അടുത്തത് TV കാണലാണ്. അത് നമ്മളടുത്ത് പറഞ്ഞത് വൈകിട്ട് 6 മുതൽ 7 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കൃത്യം 1 മണിക്കൂർ അല്ലേ. പിന്നെയാണ് നമുക്ക് പഠനം പറഞ്ഞിട്ടുള്ളത്. പഠനം രാത്രി 7 മുതൽ 9 മണി വരെ ഉണ്ട്. അതായത് അതിനിടയിൽ 2 മണിക്കൂർ സമയമുണ്ട് അല്ലേ. പിന്നെ നമ്മളടുത്ത് അത്താഴമാണ് പറഞ്ഞത്. അത്താഴം 9 മുതൽ 9:30 വരെയാണ് ഉള്ളത് അല്ലേ. അതായത് അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമയം പഠനത്തിന് തന്നെയാണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. എത്ര സമയമാണ് മക്കളെ പഠനത്തിന് എടുക്കുന്നത്? 7 to 9 മണി വരെയാണ് അല്ലേ. അതായത് അതിനിടയിൽ 2 മണിക്കൂർ സമയം വേണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കളിക്കാൻ ചിലവഴിച്ച സമയം എത്ര? കളിക്കാൻ എത്രയാണ് ചിലവഴിച്ചത്? വൈകിട്ട് 4:30 മുതൽ 5:15 വരെയാണ് അല്ലേ. അപ്പോൾ 45 മിനിറ്റാണ് സമയം വരിക അല്ലേ. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. തുല്യ സമയമെടുത്ത് ചെയ്ത കാര്യങ്ങൾ ഏതെല്ലാമാണ് മക്കളെ? പത്രവായനയും അതുപോലെ തന്നെ അത്താഴമാണ് അല്ലേ. രണ്ടിനും അരമണിക്കൂർ വീതമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ കാര്യമൊന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കലണ്ടറിൽ ക്രിസ്തുമസ് സൂചിപ്പിക്കുന്ന തീയതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ശരിയായ ഉത്തരത്തിന് ചുറ്റും വട്ടമിടുക. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതാ മക്കളെ കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. 25/12/2018 ആണ് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജൈവ വൈവിധ്യ ഉദ്യാനം 1550 രൂപ ഉപയോഗിച്ചാണ് ജൈവ വൈവിധ്യ ഉദ്യാനത്തിന് ജൈവവേലി നിർമ്മിച്ചത്. ഉദ്യാനത്തിൽ ശലഭ പാർക്ക് ഒരുക്കുന്നതിന് 1535 രൂപയാണ് ചെലവായത്. പണിയായുധങ്ങൾക്കായി 1250 രൂപയും ഔഷധ സസ്യത്തോട്ടത്തിനായി 765 രൂപയും ചെലവായി. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന് ചെലവായത് ആകെ എത്ര രൂപയാണെന്ന് കണ്ടെത്തുക. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള എല്ലാ തുകയും തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത്തരത്തിലുള്ള കുറേ സംഖ്യകളൊക്കെ ഒന്നിച്ച് വരികയാണെങ്കിൽ അത് കൂട്ടാനായിട്ട് അറിയോ എന്നുള്ള കാര്യം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഈ ഒരു ക്രിയ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണേ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. ഞാനാണ് കാൽക്കുലേറ്റർ. ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതുക. അപ്പോൾ മക്കൾക്ക് അവിടെ കുറച്ച് ആഡ് ചെയ്യാനുള്ള പ്രോബ്ലംസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്രിയ ചെയ്ത് നോക്കാതെ തന്നെ മക്കൾ എന്ത് ചെയ്യണം? അത് കൂട്ടി നോക്കുകയാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് എങ്ങനെയാണ് മക്കൾ കണ്ടെത്തിയത് എന്നുള്ള രീതി കൂടി അവിടെ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ അതിനൊരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട്. നോക്കിക്കേ. 500 + 535 ആണ്. അതിൻ്റെ തുക 1035 ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇനി അത് കണ്ടെത്തിയ രീതി നോക്കിക്കേ മക്കളെ. 500 + 500 + 35 അല്ലേ. അതായത് രണ്ടാമത്തെ സംഖ്യ പിരിച്ചെഴുതിയിട്ടാണ് ഉത്തരം കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ. 500 + 500 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം 1000 ആണ്. 1000ലേക്ക് വീണ്ടും ഒരു 35 ചേർത്താൽ 1035 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എഴുതി ക്രിയ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു 4 പ്രോബ്ലം കൂടിയും തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ. 2250 + 2250 അത് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ആദ്യത്തെ സംഖ്യ 2000 + 250 എഴുതാം അല്ലേ. അടുത്തതും 2000 + 250 എഴുതാം. 2000 ചേർന്നാൽ 4000 എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 250 ചേർന്നാൽ 500 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ആകെ മൊത്തം 4500 വരും അല്ലേ. 4500 വരും. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ ആഡ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ആ ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അടുത്ത നോക്കിക്കുക മക്കളെ. 1500 + 1532 അതെങ്ങനെ എഴുതിയാൽ മതി? രണ്ടാമത്തെ സംഖ്യയെ പിരിച്ചെഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 1500 + 1500 + 32. അപ്പം നമുക്ക് എത്ര ടോട്ടൽ കിട്ടും മക്കളെ? 1500 1500 3000 കിട്ടും. 3032 എന്ന് കിട്ടും അല്ലേ. അടുത്ത് നോക്കിക്കുക മക്കളെ. 350 + 365 എന്ന് കിട്ടി. അത് നമുക്ക് എങ്ങനെ എഴുതാം? 350 + 350 + 15 എന്ന് എഴുതിക്കൂടെ. അപ്പം 350 ചേർത്താൽ 700 ആണ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതിലേക്കൊരു 15 കൂടി ചേർത്താൽ 715 അല്ലേ. ലാസ്റ്റ് വൺ നോക്കിക്കുക മക്കളെ. 190 + 210 ആണുള്ളത് അല്ലേ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം നമുക്ക് 210-നെ നമുക്ക് 10 + 200 എന്നുള്ളത് പിരിച്ചെഴുതാം അല്ലേ. അപ്പം നമുക്ക് ലാസ്റ്റ് എങ്ങനെ കിട്ടും, 190 + 10 + 200 എന്ന് കിട്ടും അല്ലേ. 190-ൻ്റെ കൂടെ 10 ചേർത്താൽ 200 നമുക്കറിയാം. അപ്പോൾ നമുക്ക് 200 + 200 എന്ന് കിട്ടും അല്ലേ. അത് പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. എത്രയാണ് ആൻസർ വരിക, 400 വരിക അല്ലേ. അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ ഈ ഒരു പ്രവർത്തനത്തിന് ഉത്തരം ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.